അമേരിക്കൻ സാന്നിധ്യമില്ലാതെ പാലം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ച് കാനഡ. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. കാനഡയും അമേരിക്കയും ഒരുപോലെ അഭിമാനമായി കണ്ട പാലമാണ് ഗോർഡി ഹോവ് ഇന്റർനാഷണൽ ബ്രിഡ്ജ്. കാനഡയിലെ ഒന്റേറിയോയെയും അമേരിക്കയിലെ ഡിട്രോയിറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. 2.5 കിലോമീറ്റർ നീളമുള്ള തൂക്കുപാലത്തിൽ 6 വരി ഗതാഗതമുണ്ട്. വിൻസർ ഡിട്രോയിറ്റ് ബ്രിഡ്ജ് അതോറിറ്റി നിർമ്മിച്ച പാലത്തിന് പണം നൽകിയത് കാനഡയിലെയും മിഷിഗണിലെയും സർക്കാരുകളും. അതുകൊണ്ട് തന്നെ 27-ന് 2 രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഉദ്ഘാടന പരിപാടി നിശ്ചയിച്ചു. അപ്പോഴാണ് അമേരിക്ക കാനഡ വ്യാപാര ബന്ധം കൂടുതൽ വഷളായത്. പാലം നിർമ്മാണം തടസ്സപ്പെടുത്തുമെന്നുവരെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. പിന്നീട് കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ തീരുവ ചുമത്താനും അമേരിക്ക തീരുമാനിച്ചു. പ്രശ്നം സജീവമായി നിൽക്കുമ്പോഴും 27-ന് ഉദ്ഘാടനം നടത്താം എന്നതായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ തീരുവ ഭീഷണി ട്രംപ് തുടർന്നതോടെ കാനഡ സ്വന്തമായി പാലം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു. നിശ്ചയിച്ചതിലും നേരത്തെ വെള്ളിയാഴ്ച റിബൺ മുറിച്ച് പാലത്തിന്റെ ഉദ്ഘാടനം കാനഡയുടെ അധികൃതർ നിർവഹിച്ചു. 27-ന് മാത്രമേ ഗതാഗതത്തിനായി പാലം തുറക്കൂ. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് നീക്കം കൂടുതൽ മെച്ചപ്പെടും. പക്ഷേ അപ്പോഴും തീരുവയിലുള്ള അമേരിക്കൻ പിടിവാശി കാനഡയ്ക്ക് വെല്ലുവിളിയാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.